എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇന്ന് വിഷു സീരീസ് ക്രാഫ്റ്റിൻ്റെ അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് പാഴ്സലൊക്കെ കൊണ്ടുവരുന്ന കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പേപ്പർ വേണമെന്ന് നിർബന്ധമില്ല, ഏത് കളർ പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ന്യൂസ് പേപ്പർ ആയാലും നമുക്ക് എടുക്കാം, ഏതെങ്കിലും ഒരു പേപ്പർ അത്രയേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് പേപ്പർ എടുത്തത്. എന്നിട്ട് ഇതാ നമ്മുടെ പേപ്പർ എടുത്തതിന് ശേഷം ഇതേപോലെ മടക്കിയെടുക്കുക. കുറച്ച് നീളത്തിലുള്ള പേപ്പർ എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു മിറർ എടുത്തിട്ട് ഇതേപോലെ മിറർ ഹാഫ് വെച്ച് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു സർക്കിളും കൂടെ വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ കാണുന്ന പോലെ അതിന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വാൽക്കണ്ണാടിയുടെ ഒരു ഷേപ്പാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പോൾ ഏതെങ്കിലും ഒരു വാൽക്കണ്ണാടി എടുത്ത് വെച്ചിട്ട് ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അത് നോക്കി വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് വരച്ചെടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. എന്നിട്ട് ഈ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുളിവുകളൊന്നും, അതായത് ഇങ്ങനെ ഒരു സിക്സ് ആക്ക് പോലത്തെ ഒരു ഡിസൈനൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു മിറർ വെച്ച് വരച്ച സർക്കിൾ ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ്. ഈ ഷേപ്പാണ് നമുക്ക് വേണ്ടത്, അതിനാണ് നമ്മൾ പേപ്പർ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് അതേപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. കണ്ടോ, ഇതേപോലെ ഞാൻ അങ്ങനെ ചെയ്തേക്കണം. ആ വൈറ്റ് പീസ് ഇതിലങ്ങ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു, ഒട്ടിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാർഡ്ബോർഡ് ഇങ്ങനെ ഉള്ളിൽ കുറച്ച് കട്ടി കുറവുള്ള കാർഡ്ബോർഡാണ്, അതായത് ഇങ്ങനെ ഞെക്കുമ്പോൾ പഞ്ഞി പോലെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു പീസ് ഓഫ് ഇതും കൂടെ കാർഡ്ബോർഡ്, അതായത് ഒരു ടിഷ്യൂവിൻ്റെ ഇതാണ്, അതും കൂടെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ആകുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ച് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഷേപ്പ്. അപ്പോൾ ഈ ഒരു താഴത്തെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ വെറുതെ വെച്ച് കൊടുത്താലും മതി. ഇനി ഒരു റൗണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഉള്ളിലത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൗണ്ടും പുറത്ത് കുറച്ച് ചെറിയൊരു റൗണ്ടും കൂടെ ആയിട്ട് കുറച്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പീസ് ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മളുടെ ആ മിറർ ഉണ്ടല്ലോ, ആ മിററാണ് ഉള്ളിലത്തെ സർക്കിൾ കേട്ടോ. അതിന് ശേഷം പുറത്തൊരു 1 സെൻറ്റിമീറ്റർ 1/2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ വേറൊരു സർക്കിളും കൂടെ വരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഉണങ്ങണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലിങ്ങനെ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയക്ക് ഡിസൈൻ വരച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് പ്ലെയിനായിട്ട് ഇടാം, കുഴപ്പമൊന്നുമില്ല. പ്ലെയിനായിട്ട് ഇട്ടാൽ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്ചറിൽ ഇങ്ങനെയാണ് ഡിസൈൻസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം ഞാനും എന്നെക്കൊണ്ട് പറ്റാവുന്ന ഡിസൈൻസൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം 3D ഔട്ട്ലൈനർ എടുത്തിട്ട് ഈ വരച്ചു കൊടുത്ത ഡിസൈൻമെല്ലാം നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ 3D ഔട്ട്ലൈനറൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടായാലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഗോൾഡ് പെയിൻ്റ് ഉണ്ടല്ലോ, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഉണങ്ങിയതിന് ശേഷം ഗോൾഡ് പെയിൻറ്റ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം കുറച്ച് ബ്രോൺസും കൂടെ എടുത്തിട്ട് കൈ കൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു വാൽക്കണ്ണാടിയുടെ ഒരു ബ്രാസ് ലുക്ക് അല്ലേ, ബ്രാസ് പോലത്തെ എന്തോ സംഭവമാണല്ലോ വാൽക്കണ്ണാടി വരുന്നത്, നമ്മുടെ വിളക്കൊക്കെ ഉണ്ടാക്കുന്ന മെറ്റൽ. അപ്പോൾ ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബ്രോൺസും കൂടെ എടുത്ത് മിക്സ് ചെയ്താലാണ് ആ ഒരു ലുക്ക് വരുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മിറർ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് വെച്ച് ആ സർക്കിൾ കറക്റ്റാണെങ്കിൽ നമുക്കത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് ഉള്ളിലോട്ട് പോയി ഇതേപോലെ ഇരിക്കും, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാൽക്കണ്ണാടി. അപ്പോൾ ഏകദേശം വാൽക്കണ്ണാടിയുടെ അതേ ഷേപ്പ് തന്നെ ഇല്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വാൽക്കണ്ണാടിയുടെ അതേ ഷേപ്പ് തന്നെ ഇല്ലേ. ഞാൻ ആ കണ്ടോ, ഞാൻ ജസ്റ്റ് നമ്മളുടെ കൊന്നപ്പൂവിൻ്റെ കൂടെയൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ കൊന്നപ്പൂവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പേപ്പർ കൊണ്ടുള്ള കൊന്നപ്പൂ അടുത്ത് വേഗം തന്നെ ഇടാം കേട്ടോ. ഓൾറെഡി പഴയ വീഡിയോ ആയിട്ട് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് കൂടാതെ നമുക്ക് വേറെ ഇടാം കേട്ടോ. അപ്പോൾ വാൽക്കണ്ണാടി സെയിം പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇനി വാൽക്കണ്ണാടി കിട്ടിയില്ലെന്ന് വെച്ച് വിഷുക്കണിയിൽ വെക്കാനായിട്ട് നമുക്ക് വാൽക്കണ്ണാടി ഇല്ലെന്ന് വെച്ച് ആരും വിഷമിക്കേണ്ട. അപ്പോൾ ഇതേപോലെ ഒരു വാൽക്കണ്ണാടി നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാം അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ മിററൊക്കെ വെക്കും, വാൽക്കണ്ണാടി ഇല്ലാത്തൊരു സാധാരണ മിററൊക്കെ വെക്കില്ല. അപ്പോൾ അങ്ങനെ വെക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒരു മിറർ വെച്ചാലും മതിയല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ മിററുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം കട്ട് ചെയ്തിട്ട്. അതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചായല ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ ഒരു അലുമിനിയം പോലത്തെ ഉള്ളിൽ ഒരു സിൽവർ കളർ കിട്ടില്ലേ, ആ ഒരു ഇത് കട്ട് ചെയ്തിട്ടായാലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.
അപ്പോൾ നാളെ ഇതേ സമയത്ത് തന്നെ വീണ്ടും വരുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട്, പുതിയൊരു വിഷു സീരീസ് വീഡിയോ ആയിട്ട് തന്നെ വരാം. അതല്ലെങ്കിൽ റംദാൻ വീഡിയോ ആയിട്ട് കേട്ടോ. മിക്കതും വിഷു സീരീസ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുതേ, ഇതേ സമയത്ത് വരണേ.